ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയായും നാദർക്കെതിരെയും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലല്ലോ. അപ്പോൾ ഒരു നായകനാകാൻ മാത്രമല്ല, ഒരു ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോട് എല്ലാവരോടൊപ്പം. നിങ്ങളോടൊപ്പം സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. സോറി. ഓക്കെ, ഓക്കെ, നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഒരു സെൽഫി. ഓക്കെ, ഒഴിഞ്ഞായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. സോ ഇത് എന്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാബുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പലതും പറയട്ടെ, എന്തുകൊണ്ടെങ്കിലും പറയട്ടെ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. റോക്കി, അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ബ്രോ. നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദരെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ നാദരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടു എന്ന് വിളിച്ചു. അപ്പം നാദര നീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവും. ഞാൻ നായകനാവാം, ഹീറോവാൻ, നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അത് നല്ലൊരു സബ്ജക്റ്റ് ആണ്. ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നാദരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയുന്നു എന്നും പറയട്ടെ. നാദിരയോട് അങ്ങനെ ചോദിച്ചപ്പോൾ നാദിരയുടെ ഒരു മറുപടി എന്തായിരുന്നു? സിനിമ നാദിരയുടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്നും പോയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരുപാട് നമ്മളെ പോലെ ഒന്നല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിര. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവരെ പുറത്തോട്ട് വന്ന് പിച്ചൈ വാങ്ങി ഒന്നും വാക്കി വിട്ടുവിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമില്ലേ. പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ ഈ കണ്ടസ്റ്റന്റിനാണ് അച്ഛമില്ല എന്ന് വെച്ചാൽ ഭയമില്ല, അല്ലെ? ഭയമില്ല. പിച്ചൈ വാങ്ങി ഒന്നും വാക്കി നമ്മുടെ വീട്ടുകാരൻ ചോറ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട്ട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുപ്പം ഉണ്ട് എല്ലാവർക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഇടാൻ വിങ്സ് ഉണ്ട്, എല്ലാവർക്കും പറക്കാനുള്ള പേടി, ആ ഭയം ബാലുവിന് ഇല്ല, അല്ലെ? സ്റ്റാർട്ടിങ് പറഞ്ഞതല്ല, ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ അറിയാമല്ലോ എത്ര പാടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചത്. അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു വേണ്ട, മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തറയില അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങളും ഉണ്ടാവും, പുതിയ സിനിമകളും ഉണ്ടാവും, പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്
കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെ? തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈവൻ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ ഈവൻ നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉണ്ടത്. സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിപ്പുണ്ടല്ലേ. എല്ലാം വാർത്താ പ്രാധാന്യം നേടുക, എല്ലാം ഒരു വൈറലാവുക. വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ. വൈറൽ ചിന്താഗതി ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും, അല്ലെ? നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങളും പറയാം. നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച ഒരാളായാന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നാദിരയെ പോലുള്ള ആൾക്കാരെ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത്, അല്ലെ, ഇപ്പോഴത്തെ കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള്. അത് വളരെ സിമ്പിളായിട്ട് അത്രയും ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമല്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള വിചാരം. അത്രയുള്ളൂ. ഇത്രയും ഗ്രോത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുഖത്തിന് മുന്നിൽ എന്നാണ് പറയുന്നതെങ്കിൽ ബിഗ് ബോസ് കിട്ടിയവര് അവന്റെ മുന്നിൽ കിട്ടും. അപ്പൊ തന്നെ അത് വേറെ വിഷയം. റോക്കി എനിക്ക് കുറച്ചാളെ അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സത്യമായിട്ടുള്ള കാര്യം മുഖത്തോട് നോക്കി പറയും. അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഒന്നും മറ്റേ വർത്താനം പറയാൻ പാടുള്ളൂ. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ചോദിച്ച നാദിരയുടെ കാര്യം, നാദിരയോട് എത്തേണ്ടതായിരുന്നു. നാദിരയുടെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ് പറ്റുന്നതുകൊണ്ടാണ് നാദിര എത്താൻ പറ്റാതെ പോയത്. നാദിര ഇത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ സില്ലി ആയിട്ടാണ് എടുത്തത്. നാദിര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചു. അതിൽ കൂടുതലില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിൽ ലാലേട്ടൻ വയനാട്ടിൽ പോയതിന്റെ ഇഷ്യൂ എല്ലാം പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കമന്റ് ചെയ്തു. കുറച്ച് നേരത്തോട് ലാലേട്ടനോട് മാറ്റി വന്നാൽ മതിയോ? ലാലേട്ടൻ മീഡിയക്ക് മുന്നേ വന്നിട്ടെങ്കിലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഒന്നും പറയാൻ പോയില്ല. ലാലേട്ടന്റെ കർത്തവ്യം കൃത്യമായി ചെയ്തു. അത് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വീട്ടിൽ 3 കോടി കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷം നേരിട്ട് മാറിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമാണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ, ഞങ്ങളുടെ സിനിമയിലൂടെ നമ്മളത് മാറ്റിയെടുക്കും. ലാലേട്ടന്റെ ഒരു മാതൃക എനിക്ക് വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ.